കണ്ണൂർ മേലേച്ചൊവ്വ പാതിരേപ്പറമ്പ് ഹൗസിംഗ് കോളനിയിൽ വീട്ടുപറമ്പിൽ ഉണ്ടായ നീരൊഴുക്കിലെ ആശങ്ക നീങ്ങി. വാട്ടർ അതോറിറ്റിയുടെ പഴയ പൈപ്പ് ലൈൻ പൊട്ടിയതാണ് നീരൊഴുക്കിന് കാരണമായതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. 2 മാസമായി തുടരുന്ന നീരൊഴുക്കിൽ നാടാകെ ഭീതിയിലായിരുന്നു. വെള്ളിയാഴ്ച ഇക്കാര്യം കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് വാട്ടർ അതോറിറ്റി പരിശോധന നടത്തിയത്. കണ്ണൂർ വിഷൻ ഇംപാക്ട്. കഴിഞ്ഞ 2 മാസമായി മേലേച്ചൊവ്വ പാതിരപ്പറമ്പ് സമദർശിനി ഹൗസിംഗ് കോംപ്ലക്സിലെ കെ സജിനിയുടെ വീട്ടുപറമ്പിൽ ഇതായിരുന്നു അവസ്ഥ. വെള്ളം കുത്തിയൊഴുകുന്നത് കണ്ട് ഭീതിയോടെയാണ് നാട് നിന്നത്. വാട്ടർ അതോറിറ്റി കണക്ഷൻ വീടുകളിൽ ഉണ്ടെങ്കിലും വെള്ളത്തിന് കുറവുണ്ടായില്ല. മീറ്റർ റീഡിംഗും കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതല്ലെന്ന നിഗമനത്തിൽ നാട്ടുകാർ എത്തി. ഇക്കാര്യം വെള്ളിയാഴ്ച ഉച്ചയോടെ കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ വാട്ടർ അതോറിറ്റി അധികൃതർ പരിശോധനയ്ക്ക് പാതിരിപ്പറമ്പിലെത്തി. വെള്ളം പരിശോധിച്ച് വാട്ടർ അതോറിറ്റിയുടേത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തി. ശനിയാഴ്ച രാവിലെ ഇവിടേക്കുള്ള വാട്ടർ സപ്ലൈ നിർത്തിയതോടെ നീരൊഴുക്കും നിന്നു. 2 മാസമായി തുടരുന്ന നിലക്കാത്ത ജലപ്രവാഹം നാടിനെയാകെ വലിയ ഭീതിയിലാഴ്ത്തിയെന്നും കാരണം കണ്ടെത്തിയതിൽ ഏറെ ആശ്വാസമായെന്നും കണ്ണൂർ വിഷൻ വാർത്തയാണ് ഇതിന് സഹായകമായതെന്നും പ്രദേശവാസിയായ അനീഷ് പറഞ്ഞു. സമദർശിനി കോളനിയിൽ ഉണ്ടായിരുന്ന ഇത്ര 2 മാസക്കാലമായി ഉണ്ടായിരുന്ന ഒരു അപൂർവ പ്രതിഭാസമായിരുന്ന വെള്ളം ഉറവ വന്നുകൊണ്ടിരുന്നു. ആ പ്രശ്നം കണ്ണൂർ വിഷനിൽ കൂടെ അറിയുകയും അധികാരികൾ അത് അഡ്രസ് ചെയ്യും. അതിനുശേഷം പെട്ടെന്ന് തന്നെ അതിനുള്ള പരിഹാരം ഉണ്ടാക്കുകയും വാട്ടർ അതോറിറ്റിന്റെ ലൈനാണ് ഈ 47 വർഷം മുന്നേ കുഴിച്ചു വെച്ച വാട്ടർ അതോറിറ്റിന്റെ ലൈനിൽ കൂടെ വരുന്ന വെള്ളമായിരുന്നു പൊട്ടിയത്. ആ പൊട്ടിയ പൈപ്പിൽ കൂടെയാണ് ഈ നീരുറവ് പുറത്തേക്ക് ചാടിക്കൊണ്ടിരുന്നത്. വാട്ടർ അതോറിറ്റിയുടെ മെയിൻ പൈപ്പിലായിരുന്നില്ല പൊട്ടൽ. വാട്ടർ സപ്ലൈക്ക് ഉപയോഗിക്കാത്ത പൈപ്പിലൂടെയാണ് വെള്ളം കുത്തിയൊഴുകിയത്. ഇത് മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.